ഭാര്യാഗ്രഹേ പരമസുഖം, ദിനമൊട്ട് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നാ. തന്നെയല്ല, നീ ഈ പറഞ്ഞ അതിർത്തിയൊന്നും കലമോ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നത്തില്ല, അതല്ലേ അവളുടെ മനസ്സിന്റെ മഹത്വം. അറിഞ്ഞോ, നിന്നെ കല്യാണം കഴിക്കാൻ ഒരു ചെക്കൻ വരുന്നുണ്ടെന്ന്? പണ്ട് അച്ചുവേട്ടന് തോന്നിയിരുന്ന ആ ഭയം ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ചുവേട്ട, നമ്മുടെ മോൾ അധികം പറ്റാവൂന്ന്. ഇറങ്ങണം സാർ. മോളെ, ഇതാ മോളെ കാണാൻ വന്ന ആള്. അയ്യേ, ഇവനാണോ രാജകുമാരൻ? ചൊറ തൊപ്പിയില്ല, ചൂതന്നും അല്ല. എനിക്കൊന്നും വേണ്ട ഈ കണ്ട പൂച്ച. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോള് ചായ കൊടുത്തേ. എന്റെ പേര് അരുൺ. എന്താ കുട്ടിയുടെ പേര്? കടിക്കുള്ള ചീട്ടെഴുതി ചന്തേ. അല്ല, പേര് പറഞ്ഞില്ല. പേര് പറ. കുട്ടിമണി. ശരിക്കുള്ള പേര് 3 മണിയെന്നല്ലേ? മോള് ചെല്ല. ഇവള് മോള് ചെല്ല് ചെല്ലേ. ചെല്ല്. ഒരു മുഴു ഭ്രാന്തിയാണോ നിങ്ങൾ എന്റെ മുന്നിൽ വേഷം കെട്ടിച്ചുകൊണ്ട് നിർത്തിയത്? അയ്യോ, അങ്ങനെ പറയല്ലേ, കുട്ടിക്ക് ബുദ്ധി ഇത്തിരി കുറവാണെന്ന്. അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞത്, അല്ലാതെ മുഴു വട്ടാണെന്നല്ലോ. മെമ്പറെ ചെന്നൊന്ന് ഇടപെട്, അല്ലെങ്കിൽ കിളി കയ്യിന്ന് മറന്നു പോകും. അവൾക്ക് അറിവില്ലാത്തോണ്ടാ. അതാ അരുണിന്റെ ദേഹത്ത് ചായ വീണപ്പോ അവൾ തമാശ. ഭ്രാന്തി പിടിച്ച പെങ്ങളെ ഒരുത്തന്റെ തലയെ കെട്ടി വെച്ചാ രക്ഷപ്പെട്ടല്ലോ അല്ലേ? ചങ്ങലക്കിടണേ ഇതിനൊക്കെ. അതല്ല, ഭാരം ഒഴിപ്പിക്കാനാണെങ്കിൽ വല്ല വിഷവും കൊടുത്ത് കൊല്ലണം. വരുന്നുണ്ടോ അമ്മ? സാറേ, ആ കൊച്ചിന്റെ അറിവില്ലായ്മ കൊണ്ടൊരു അബദ്ധം പറ്റി. സാറിനെ പോലുള്ള മഹാന്മാരെ ക്ഷമിക്കുകയല്ലേ വേണ്ടത്. അതല്ല, സാറിന് വേണ്ടെങ്കിൽ വേണ്ട, അതിനെ തല്ലേണ്ട കാര്യമുണ്ടോ? നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? ഡ്രൈവറെ, ആ പണി ചെയ്താ മതി എന്ന് വെച്ച് നെറിയേട് കണ്ട പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ. സാറിന്റെ ശരീരമേ വളർന്നിട്ടുള്ളൂ, മനസ്സാ കൊച്ചിന്റെ പകുതി പോലും വളർന്നിട്ടില്ല. അതാ ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ കിടന്ന് ചാടുന്നത്. അതെ സാറേ, വലിയ പഠിത്തമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കേട്ടോ. മനസ്സിലുള്ളത് പോലെ നമ്മളങ്ങ് പറയും, അത് ആരോടാണെങ്കിലും. അതാ ഈ മനസ്സിജൻ. നിന്ന് ഷോ കാണിക്കാതെ വണ്ടി എടുക്കടാ. സാറിനെ കൊണ്ടേ ഈ വണ്ടി ഇനി പോകത്തില്ല സാറേ. മനസ്സിൽ നന്മയും കരുണയും ഒന്നും ഇല്ലാത്ത നിങ്ങളെ കൊണ്ട് പോയാലേ വല്ല ടിപ്പർ ഓടിച്ച് ഞാനും തട്ടിപ്പോവും. സാറങ്ങ് നടന്നാ മതി, താഴെ കവലേന്നേ ഓട്ടോ കിട്ടും. നീ വരില്ലെന്നുറപ്പാണോ? ഉറപ്പാ സാറേ. നമുക്ക് കോട്ട് സൂട്ടൊന്നും ഇല്ലെങ്കിലും വാക്കും തന്തയും ഒന്നേ ഉള്ളൂ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഐ വിൽ ഷോ യു. ശരി. കുറ്റി അടിച്ച പോലെ നിൽക്കാതെ ചെല്ലു മെമ്പറെ. ചെറുക്കൻ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്താൻ. അതെ അതെ, പിന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാ. എന്തെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമായോ? ഏയ്, ഒരു പാവം കൊച്ചിനെയും നിങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന കണ്ടപ്പോൾ സഹിച്ചില്ല, അതാ. നിങ്ങൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഇത്രയും പോലും അവളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളുടെ കൂടെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? അതാണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനെന്തിനാ ഇത്ര ആവേശം കാണിച്ചതെന്ന്. എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പെങ്ങള്, എൻ്റെ മായക്കുട്ടി. അവളെ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ നീറിക്കൊണ്ടിരുന്ന എൻ്റെ നെഞ്ച.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏട്ടന്മാരുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റും. 4 കൊല്ലം മുമ്പ് വീടിന് മുമ്പിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കളിക്കുമ്പോഴാണ് ട്രെയിൻ തട്ടി ബുദ്ധി ഇത്തിരി കുറവാണെന്നുള്ളത് ആരുടെയും കുറ്റമൊന്നുമല്ലല്ലോ. ഞങ്ങൾ കാരണം അയാൾക്ക് നിങ്ങളോടും ശത്രുതയായല്ലേ? ഏയ് അതൊന്നും സാരമില്ല. എൻ്റെ സ്വഭാവം ഇതാ. വയ്യാത്തൊരാളെ കണ്ട എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. നീതിയല്ലാത്തത് കണ്ട ചോദ്യം ചെയ്യും. മനസ്സിലുള്ളത് പോലെ അങ്ങ് പറയും. അതായി മനസ്സിജൻ. പേരെന്തുവാ ഒന്നുകൂടെ പറഞ്ഞേ? മനസ്സിജൻ. ഓക്സിജനോ? ഓക്സിജൻ അല്ല മെമ്പറേ, മനസ്സിജൻ. അത് ശരി, നല്ല പേരാ കേട്ടോ. പറയുമ്പോ നമുക്കിങ്ങനെ നാക്ക് പിടിക്കണ ഒരു സുഖം കിട്ടും. അമ്മയും ചേട്ടന്മാരൊന്നും വിഷമിക്കണ്ട. ഇവിടുത്തെ കുട്ടിക്ക് മനുഷ്യപ്പറ്റുള്ള ഒരാളെ ദൈവം കൊണ്ട് തരും. അതിനീ കുറവ് കൊടുത്ത് ദൈവമാണെങ്കിൽ കുറവൊരു കൂട്ടുകൊടുത്ത് നികത്തേണ്ടതും ദൈവത്തിന്റെ ബാധ്യതയല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ദൈവം അനുവദിച്ച ഇനിയും എവിടെയെങ്കിലും വെച്ച് കാണാം. പോട്ടെ മെമ്പറേ. ഒരു സെക്കൻഡ് രവിയേട്ട, ഒരു 1000 രൂപ. ദാ ഇത് വെച്ചോളൂ. ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് നിങ്ങൾക്ക് ടാക്സി ഫെയർ പോയില്ലേ? ഏയ്, സ്വന്തം നെറ്റിയിലെ വേർപ്പ് കൊണ്ട് മാത്രമേ അന്നം ഭക്ഷിക്കുന്ന നിർബന്ധമുള്ളവനാ ഞാൻ. ഇങ്ങോട്ട് വന്നപ്പോൾ കത്തി ഡീസലിന്റെ കാശ് അയാളെ 2 പറഞ്ഞതിന്റെ വകുപ്പിൽ ഞാനങ്ങ് കൂട്ടി. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ മെമ്പറേ. വെറുതെ വലിയ കലത്തിൽ വെള്ളം വച്ചു. പെണ്ണ് കിക്കിന്ന് വെച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ നടന്നു പോയാന്. നടന്നിട്ടെന്താ? ആ മനുഷ്യന്റെ തനി നിറം നമ്മൾ കണ്ടില്ലേ? നമ്മുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ. അല്ലാത്തപ്പോ എന്തായിരിക്കും? അതും ശരിയാ. ആ മനസ്സിജൻ പറഞ്ഞതുപോലെ ഒരാളെയാ കുട്ടിമണിക്ക് വേണ്ടത്. മനുഷ്യപ്പറ്റുള്ള ഒരാളെ. വല്യേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ മനസ്സുജനെ തന്നെ അങ്ങ് ആലോചിച്ചാലോ? പഠിപ്പും പണവും പദവിയും ഒന്നും നോക്കണ്ട. ആ മനസ്സ് നമ്മൾ നേരിക്കണ്ടതല്ലേ? തന്നെയുമല്ല, കുട്ടിമണിയെ പോലൊരു പെങ്ങളുണ്ടായിരുന്നത് കൊണ്ട് മനസ്സുജന് കുട്ടിമണിയെ ഉൾക്കൊള്ളാൻ കഴിയും. അത് കൊള്ളാടാ, ഇത് നടക്കും. ആദർശം പറഞ്ഞു എന്ന് വെച്ച് സ്വന്തം കാര്യം വരുമ്പോ അങ്ങനെ ആവണമെന്നുണ്ടോ? ഇനി അയാള് കല്യാണം കഴിച്ചതാണെങ്കിലോ? ഷോ, രവിയേട്ടൻ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. ആവശ്യക്കാരൻ നമ്മളാ. നമ്മൾ ശ്രമിക്കണ്ടേ? എവിടെ ചെന്ന് കണ്ടുപിടിക്കും? നമ്പർ വാങ്ങേണ്ടതായിരുന്നു. ടാക്സി സ്റ്റാൻഡിലൊക്കെ ഒന്ന് തിരക്കിയാൽ മതി ബാലേട്ടാ. ഒരു പ്രത്യേകതയുള്ള പേരല്ലേ, കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ കണ്ണി നോക്കിയിരിക്കാതെ ആ ചെക്കനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ഉത്സാഹിച്ചാ നടക്കും. അല്ല, ഈ വികസനം വരണമെന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള കാശ് വേണ്ടായോ? ഇന്ത്യ എന്തോ അമേരിക്കയെന്നോ? എന്റെ ബാല, ജനിക്കണമെങ്കിൽ വല്ല സമ്പന്ന രാജ്യത്തിലും ജനിക്കണം. എന്റെ ദൈവമേ, അടുത്ത ജന്മത്തിൽ അമേരിക്കയിൽ ഒരു പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഈ ജന്മത്തിലും കറക്റ്റാ മെമ്പറേ. പക്ഷെ സ്ഥലം മാറിയെന്നേ ഉള്ളൂ. ബാലോ, മൊത്തം 968 രൂപ. കുറിച്ചേക്ക് ബാല. കുറച്ച് 200 പേജിന്റെ ഒരു ബുക്ക് തീരാറായി മെമ്പർ. ഒരു 500 പേജിന്റെ ബുക്കൊക്കെ വാങ്ങിച്ചു വയ്ക്കണ്ടേ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. പിന്നെ 200 പേജിന്റെ 2 ബുക്ക് കൂടെ വേണമായിരുന്നു. ഓക്സിജൻ. ഏട്ടോ, ഒരു ദിവസം കൊണ്ട് നമ്മളെങ്ങ് മറന്നിട്ടില്ലല്ലോ അല്ലേ മെമ്പറേ? ആ മുഖമൊന്നുമില്ല. മനസ്സിലുള്ളത് പോലെ നമ്മളങ്ങ് പറയും. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങളുടെ കുട്ടിമണി എനിക്ക് തരുമോ? പൊന്നുപോലെ നോക്കാന്നുള്ള പഴഞ്ച പല്ലവിയൊന്നുമല്ല. ആ കണ്ണ് നനയാതെ നോക്കിക്കൊള്ളാം ഞാൻ. എന്താ പറഞ്ഞത്? കുട്ടിമണിയെ എനിക്ക് കല്യാണം കഴിച്ച് തരുമോന്ന്. ഒറ്റ തടിയ മനസ്സിലും പഠിപ്പില്ല,
പത്രാസ് കാണിക്കാൻ പണവും ഇല്ല. ഓടിക്കുന്നത് ഒരു വാടക വണ്ടിയാണ്. പക്ഷേ കുട്ടിമണിയെ പട്ടിണി കിടത്തില്ല ഞാൻ. വാ അജിയെ കട നോക്കണേ. ശരി. വാ. എന്റെ അച്യുതന്റെ ആത്മാവാ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്ദിയുണ്ട് മോനെ, ഒരുപാട്. അയ്യോ, അമ്മ എങ്ങനെയൊന്നും പറയല്ലേ. ഞാനെന്താ ഏതാണ്ട് മഹാത്യാഗം ചെയ്തോ? ഞാനല്ലേ നിങ്ങളോടൊക്കെ നന്ദി പറയേണ്ടത്. ആരുമില്ലാത്ത എനിക്ക് സ്വന്തമായി ഇത്രയും ആളുകളെ കിട്ടിയില്ലേ. എന്നാലും ഇതൊരു വലിയ മനസ്സ് തന്നെ മനസ്സിച്ച. ഏട്ടനൊക്കെ എന്നെ സിജനെന്ന് വിളിച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മായക്കുട്ടിയൊക്കെ എന്നെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ചിന്തിച്ചത് ഈ വീടിനെക്കുറിച്ചാണ്. രാത്രിയിലെപ്പോഴോ എൻ്റെ മായക്കുട്ടി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, കുട്ടിമണിയെ ചോദിച്ച് ഞാനിവിടെ വരണമെന്ന്. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ തോന്നി ഭഗവാനും അത് തന്നെയാണ് പറയുന്നതെന്ന്. എല്ലാം ദൈവത്തിൻ്റെ നിയോഗമല്ലേ? അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തിനാ കൃത്യമായി എൻ്റെ കാർ പിടിച്ച് ഇവിടെ വന്നത്? ഇവിടെ മായക്കുട്ടിയെപ്പോലൊരു കുട്ടിയെ ഞാൻ കാണുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുക, ഞാൻ അതിൽ ഇടപെടേണ്ടി വരിക. എല്ലാം ദൈവം നേരത്തെ വരച്ചു തന്നെയാണ് ഉറപ്പ്. ഒരു ചെറിയ വാടക വീടുണ്ട് എനിക്ക്. കല്യാണം കഴിഞ്ഞ് കുട്ടിമണിയെ ഞാൻ അവിടേക്ക് കൊണ്ടുപോയിക്കോളാം. അയ്യോ അത് വേണ്ട. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്കെങ്കിലും സിജൻ ഇവിടെ നിന്നാ മതി. സിജനുമായിട്ട് കുട്ടിമണി നന്നായിട്ട് ഇണങ്ങിയിട്ട് പോവാം. അതാ നല്ലത്. അത് മതിയെന്നേ. അപ്പോഴേക്കും നമുക്കൊരു ചെറിയ വീടൊക്കെ തട്ടിക്കൂട്ടാം. എന്താ വേണ്ടതെന്ന് ഏട്ടന്മാര് പറഞ്ഞാൽ മതി. ആ. എനിക്ക് കാര്യങ്ങൾ പറയാനും ആലോചിക്കാനും വേറെ ആരുമില്ലല്ലോ. എവിടെ കുട്ടിമണി? എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടേ? ഓ, അതൊന്നും വേണ്ട മോനെ. വേണം. മറ്റാളുകൾ കൊടുക്കുന്ന അതേ പരിഗണന കുട്ടിമണിക്കും കൊടുക്കുന്നുണ്ടെന്ന് കുട്ടിമണിക്ക് തോന്നണം. എങ്കിലേ കുട്ടിമണി നമുക്കിപ്പോൾ നിൽക്കൂ. എന്നാ വരൂ. അല്ല വേണ്ട, ആരും വരണ്ട, ഞാൻ പൊക്കോളാം. അമ്മ പൗഡർ ഇട്ട് ചുന്നടി കുട്ടിയാക്കി തരാട്ടാ. കുട്ടു കുട്ടു ഇനി പൊടിയിടാ. കുട്ടു കുട്ടു പാവപ്പെണ്ണിനെ സുന്ദരിയാക്കുവാണോ? അംഗനവാടി വിടാനാ? ആഹാ, കുട്ടുവിന് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ കുട്ടുവല്ല, കുട്ടിമണിയാ. ഞാൻ പക്ഷെ കുട്ടു എന്നേ വിളിക്കൂ. നല്ല പേരല്ലേ അത്? നല്ല പേരൊക്കെയാ. എങ്കി പറ ഞാൻ ആരാ? മറ്റേ കണ്ടുപിടിച്ച് വഴക്ക് പറഞ്ഞ ചേട്ടനാ. ആ കൊള്ളാലോ, കുട്ടിമണി മിടുക്കിയാണല്ലോ. പിന്നെ കുട്ടിമണി മിടുക്കിയ ചുന്നരിയാണോ? സുന്ദരിയാണെന്നേ. എന്റെ പേരറിയാമോ? മനസിജൻ. മജനിസൻ അല്ല, മനസിജൻ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുട്ടിമണിയെ ഞാൻ കല്യാണം കഴിക്കുന്നത് കുട്ടിമണിക്ക് ഇഷ്ടമാണോ? അതെന്നാ? കുട്ടിമണി 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 പാട്ടൊക്കെ പാടുമല്ലേ? എനിക്കറിയാം. അതൊക്കെ എനിക്കറിയാം. ശരിയല്ലേ? ആ എന്നാ ഇപ്പോഴൊരു പാട്ട് പാടിക്കേ. ആ പതിയെ പാടിയാ മതി. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടിമണി പാടും. ഞങ്ങളുടെ പശുവിനെ കുറിച്ചുള്ള പാട്ടാണേ. പാടട്ടെ? പിന്നെ പാടിക്കോ. അമ്പി പശുവിന് പാലെത്ര, അമ്പട മാ ഒന്നാണേ. അമ്പി പശുവിന് പാലെത്ര, നായി നായി ഇരുനായി. പെണ്ണ് വല്ല കുരുത്തക്കേടും പറഞ്ഞ് ഈ ഭാഗ്യം കൂടി തല്ലി കലക്കുമെന്നാ പേടി. മോളെ നീ ഒന്ന് നോക്ക്. അമ്പി പശുവിന് പാലെത്ര, അമ്പട മാ ഒന്നാണേ. അമ്പി പശുവിന് കൊമ്പെത്ര, ഒന്നും ഒന്നും രണ്ടാണേ. അമ്പി പശുവിന് പാലെത്ര, നായി നായി ഇരുനായി. അമ്പി പശുവിന് പാലെത്ര, അമ്പട മാ ഒന്നാണേ. അമ്പി പശുവിന് കൊമ്പെത്ര,
ഒന്നും രണ്ടാണ് അമ്പി പശുവിന് പാലെത്ര അമ്പട ഗേമ ഒന്നാണ് അമ്പി പശുവിന് പാലെത്ര നായി നായി ഇരുനായി അമ്പി പശുവിന് പാലെത്ര നായി നായി ഇരുനായി അമ്പി പശുവിന് പാലെത്ര അമ്പട ഗേമ ഒന്നാണ് അയ്യോ അമ്പി പശുവിന് പാലെത്ര നായി നായി ഇരുനായി അയ്യോ നല്ല പാട്ടല്ലേ സൂപ്പർ പാട്ടാ. ഇത്രയേ ഉള്ളമ്മേ, പാവം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ആ പോയിട്ട് വരാമേ. വലട്ടാ. ശരി. പോയിട്ട് വരാം. ശരി. കേട്ടാ. ശരി. ടാറ്റാ. ടാറ്റാ. ഇവളെ ഞാൻ ഇന്ന് ശരിയാക്കും, നോക്കിക്കോ. പിടിക്ക് സീതേച്ചി ആ പാട്ടുകാരി. നിക്കവിടെ കുട്ടിമണി. വയറങ്ങ് ഗുമ്മെന്നിരിക്കുന്നു, ശ്വാസം മുട്ടുവാ. ഓ, സോഡാപ്പൊടി ഇട്ട് ഇത്തിരി വെള്ളം കുടിച്ചു നോക്കുവാ. ഇത്തിരി പാൽക്കായ എടുത്ത് ചവയ്ക്കാൻ മേലായിരുന്നു നാത്തൂനെ. ഓ, ഇത് മതി. 2 ഏമ്പക്കം പോകുമ്പോ ഇത്തിരി ആശ്വാസമാവും. അല്ല, പെണ്ണുറങ്ങിയോ ശാരദേ? ആ നാത്തൂനെ, ആ? കുട്ടിമണിയുടെ കല്യാണം നടക്കുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതിനെന്താ, അത് നടക്കാൻ പോവല്ലേ? അതെ, നാട്ടുനടപ്പനുസരിച്ച് ചില കാര്യങ്ങളില്ലേ അയ്യോ, നാത്തൂനെ? എന്തോന്ന് കാര്യങ്ങള്? അല്ല, സിജന്റെയും കുട്ടിമണിയുടെയും ജാതകം നോക്കണ്ടേ, മുഹൂർത്തം കുറിപ്പിക്കണ്ടേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒന്നും വേണ്ടെന്നല്ലേ ആ കൊച്ചൻ പറഞ്ഞത്. ഉള്ളതിന്റെ പങ്ക് കൊടുക്കാം വഴിയെ. അവനെന്തായാലും ഇവിടെ അല്ലേ നിൽക്കുന്നത്. ആ അതങ്ങനെ മതി. ജാതകം എന്നാത്തിനാ? പെണ്ണ് ജനിച്ചപ്പോ ഒരെണ്ണം എഴുതിച്ചതല്ലേ. ഓല കുറിച്ച കണിയാനെന്ന് എഴുതി വെച്ചത് എന്നതാ? അഷ്ടൈശ്വര്യങ്ങളുമുള്ള മഹാലക്ഷ്മിയാ പെണ്ണെന്ന്. എന്നിട്ടോ തന്തേ കൊല്ലി. നാത്തൂനെ, ഒന്നും പറയണോന്നോർത്ത് പറയുന്നതല്ല ശാരദേ. എന്നാലും കയ്പ് വെള്ളം പോലെ തെകിട്ടി തെകിട്ടി വരുവാ പെണ്ണ് കാണിച്ച കൊലച്ചതി. ജാതകവും വേണ്ട, പൊരുത്തവും വേണ്ട. വേണമെങ്കിൽ രാഹുകാലം നോക്കാം. അതാ കലണ്ടർ നോക്കുമ്പോ അറിയാലോ. ഏയ്, രവിയുടെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, എന്റെ പെർമിഷൻ പോലും ചോദിക്കാതെ. പിന്നെ എന്റെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് പെർമിഷൻ ചോദിക്കാം. മാറങ്ങോട്ട് വഷളൻ. അച്ഛൻ മരിച്ചിട്ട് 41 തികഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു മതി കുസൃതിയൊക്കെ. എന്തൊരു കഷ്ടായത്, ഒന്ന് തൊടാൻ പോലും പറ്റത്തില്ല എന്ന് വെച്ചാ. അങ്ങനെ മതി. നാളെ ഞാൻ ചൊവ്വാഗ്രഹത്തിലൊന്നും പോകുന്നില്ലല്ലോ, ഈ ഗ്രഹത്തിൽ തന്നെ ഇല്ലേ. എന്നാലും ഇതൊരു ശിക്ഷ തന്നെയാ. നീ ഇതെല്ലാം എടുത്ത് രാത്രിയിൽ എവിടെ പോവാ? കണ്ടോ? മതി. നാട്ടുകാർക്ക് ഒരു പിടി ചോറ് കൊടുക്കണം. ആരെയും നമ്മൾ ക്ഷണിക്കുന്നൊന്നുമില്ല, വരുന്നവർക്ക്. അച്ഛൻ പോയതിന് പിന്നാലെ നാടടച്ച് ക്ഷണിച്ച് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. കുട്ടിമണിക്ക് ആഭരണങ്ങൾ വേണ്ടേ? എന്നാത്തിനാ? പെണ്ണ ദൂരെ കളയും. പണ്ടൊരു കുഞ്ഞു മോതിരം ഉണ്ടായിരുന്നത് ചൂണ്ടനൂല് കെട്ടി വെള്ളത്തിലിട്ടവളാ. എന്നാലും വേണോ അപ്പച്ചി? അവക്ക് ബുദ്ധിയും വകതിരവും ഇല്ലായിരിക്കും, നമുക്കതില്ലേ. ഈ വീട്ടിലെ വിളക്ക് അവള് തന്നെ. വിളക്ക് വല്യേട്ടാ, എന്താ മോളെ? എന്റെ ഓർണമെന്റ്സിൽ ചെറുതാ, വല്യേട്ടൻ വെച്ചോ. എനിക്കെന്തിനാ മോളെ ഇത്? കുട്ടിമണിയുടെ കാര്യത്തിനാ. പൊന്നണിഞ്ഞ് തന്നെ വേണം അവള് പതിവായിട്ട് നിൽക്കാൻ.
ഇപ്പൊ ഈ വീട്ടിൽ അച്ഛന്റെ സ്ഥാനം വലിയേട്ടനാ. അതാ ഞാനിത് വലിയേട്ടന്റെ കയ്യിൽ തന്നത്. അതല്ലേ അമ്മ അതിന്റെ ശരി? മോളെ, നിന്നോട് ഇതിനെങ്ങനെ ഞാൻ നന്ദി പറഞ്ഞെന്നെ കൊച്ചാക്കല്ലേ വലിയേട്ടാ. കുട്ടിമണി എനിക്ക് നാത്തൂനല്ല, എന്റെ സ്വന്തം കൂടെപ്പിറപ്പാ. സ്വർണം കൊടുത്തുന്നോ? ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കണം? എന്റെ സ്വർണ്ണമല്ലേ? ഓ, എന്ന് വെച്ചാ നീ കുഴിച്ചെടുത്തതല്ലേ അവളുടെ ഒരു സ്വർണം? ദേ രവി, കലയുടെ സ്വർണത്തിന് രവിക്ക് അവകാശമുണ്ട്. രവി അത് വിൽക്കോ പണയം വെക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ രവിയുടെ പൊട്ടി പെങ്ങക്ക് അത് കൊടുക്കാന്ന് വെച്ചാ? അമ്മേ, ഞാൻ പറഞ്ഞിട്ടല്ല. കല എന്നോട് ചോദിച്ചിട്ടുമില്ല. അതെനിക്ക് തോന്നി തന്നിഷ്ടമായിരിക്കുമെന്ന്. എന്റെ ജലജ, നീ ഒന്ന് വായടക്കേ. ഓ, 5-10 പവൻ പോയെന്ന് വെച്ചെന്താ? രവിയുടെ പെങ്ങക്കല്ലേ? അവര് പിടിച്ചു പറിച്ചൊന്നുമല്ലല്ലോ, നിന്റെ മോള് മനസ്സോടെ കൊടുത്തതല്ലേ? ആ, അത്തരം മനസ്സൊന്നുമേ എന്റെ മോൾക്ക് വേണ്ട. നീ എന്താ മദർ തെരേസയ്ക്ക് പഠിക്കാണോ? ഒരു ദാനധർമ്മിഷ്ട. അമ്മ ആ സ്വർണ്ണം എല്ലാം കൂടെ അങ്ങോട്ട് വിഴുങ്ങ്. അല്ല പിന്നെ അച്ഛാ, മറ്റന്നാളാ കുട്ടിമണിയുടെ കല്യാണം. അച്ഛൻ വരത്തില്ലേ? വരണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ ഒരാഴ്ച ഇവിടെ ഇല്ല മോളെ. കൽക്കട്ടക്ക് പോവാ. ദേ നിന്റെ അമ്മ വരും. എന്റെ പട്ടി പോവും. ഇത്തരം വിഷജന്തുക്കളെ ഒരു നല്ല ചടങ്ങിൽ ഇല്ലാതിരിക്കുന്നതാ മോളെ ഐശ്വര്യം. കല്യാണം നടക്കട്ടെ, അച്ഛൻ തിരിച്ചെത്തിയിട്ട് വരാം. അപ്പോ അമ്മ വരത്തില്ല അല്ലേ?